വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ സിൻഡ്രലിയോൺ ആൻഡ് സിൻഡ്രല എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വളരെ പോപ്പുലറായ സിൻഡ്രല ഫെയറി ടെയിലിൻ്റെ 2 വേർഷൻസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ചാൾസ് പെറൗട്ട് എഴുതിയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വേർഷനും ജെയിംസ് ഗാർണർ എഴുതിയിട്ടുള്ള പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വേർഷനുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമ്മളിവിടെ ഈ 2 വേർഷൻസിൻ്റെയും സമ്മറിയും അവയുടെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറിയും അനാലിസിസും നോക്കാം. സിൻഡ്രലിയോൺ ചാൾസ് പെറൗട്ട് എഴുതിയിട്ടുള്ള ട്രഡീഷണൽ വേർഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സിൻഡ്രല ഈസ് എ കൈൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ യങ് ഗേൾ ഹൂസ് മദർ ഹാസ് പാസ്ഡ് അവേ. വളരെ സുന്ദരിയും അതുപോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് സിൻഡ്രല. ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചു പോയിരിക്കുന്നു. ഹെർ ഫാദർ റീമാരീസ് എ പ്രൗഡ് ആൻഡ് ക്രൂവൽ വുമൺ വിത്ത് 2 ഈക്വലി അൺകൈൻഡ് ഡോട്ടേഴ്സ്. ഇവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഇവളുടെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണ്. വളരെ അഹങ്കാരിയും ക്രൂരയുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവളുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നത്. ഈ സ്ത്രീക്കാണെങ്കിൽ വേറെ 2 കുട്ടികളുമുണ്ട്. അവരും ഇവരെ പോലെ തന്നെ വളരെ ക്രൂരരായിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നു. After the marriage, Cinderella is forced to do all the household chores while her stepsisters live in luxury. അപ്പോൾ ഇവളുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതിന് ശേഷം, ഈ രണ്ടാനമ്മ വന്നതിന് ശേഷം ഇവളൊരു വേലക്കാരിയെ പോലെയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ടാനമ്മയുടെ 2 പെൺകുട്ടികളും അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന സമയത്ത് സിൻഡ്രലയെ കൊണ്ട് ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് ഒരു വേലക്കാരിയെ പോലെ ആക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഷീ സ്ലീപ്സ് നിയർ ദ ഫയർ പ്ലേസ് കവേർഡ് ഇൻ ആഷസ് വിച്ച് ഏൺസ് ഹെർ ദ നിക് നെയിം സിൻഡ്രലിയോൺ. ഇനി ഇവൾക്ക് കിടക്കാൻ പോലും ആ വീട്ടിൽ നല്ലൊരു സ്ഥലമില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഫയർ പ്ലേസിൻ്റെ അടുത്താണ് ഇവൾ കിടക്കുന്നത്. വേലക്കാരിയെ പോലെ അടുക്കളയിൽ കിടക്കുക എന്ന് പറയുന്ന പോലെയാണ്. അവിടെ കിടന്നുകൊണ്ട് ഇവളുടെ ദേഹത്തൊക്കെ പലപ്പോഴും ഇങ്ങനെ കരി പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് സിൻഡ്രലിയോൺ എന്ന് വിളിക്കുന്നത്. സിൻഡർ എന്ന് പറയുന്നത് കത്തി കരിഞ്ഞ വിറക് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്നാണ് ഇവളുടെ മേലൊക്കെ തന്നെ കരി പിടിച്ചത് കാരണം കൊണ്ട് ഇവളെ സിൻഡ്രലിയോൺ എന്ന് വിളിക്കുന്നത്. ഡിസ്പൈറ്റ് ദ മിസ്ട്രീറ്റ്മെൻറ്റ് ഷീ റിമെയിൻസ് കൈൻഡ് ആൻഡ് പേഷ്യൻറ്റ്. എന്നാൽ ഇവളോട് ഇവരിങ്ങനെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നുണ്ടെങ്കിലും ഇവർ അവരോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. ഇവൾ വളരെ ദയയും അതുപോലെ തന്നെ ക്ഷമയും ഒക്കെയുള്ള ഒരു സ്വഭാവമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. One day, the king's son organizes a grand ball and invites all the noble young ladies. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ രാജകുമാരൻ ഒരു ഗ്രാൻഡ് ബോൾ അഥവാ ഒരു ഡാൻസ് പാർട്ടി അവിടെ സംഘടിപ്പിക്കുകയാണ്. ആ പാർട്ടിയിലേക്ക് ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരികളെയും ഈ രാജകുമാരൻ ക്ഷണിക്കുന്നു. സിൻഡ്രലാസ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ എമംഗ് ദോസ് ഇൻവൈറ്റഡ്. സിൻഡ്രലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അഥവാ അവളുടെ രണ്ടാനമ്മയുടെ ഈ 2 പെൺകുട്ടികളെ കൂടി ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. They prepare obsessively, trying on different outfits and only talking about the ball. അപ്പോൾ ഈ ഡാൻസ് പാർട്ടിയിലേക്കുള്ള ക്ഷണം ലഭിച്ചതിന് ശേഷം ഈ 2 പെൺകുട്ടികളും ഫുൾ ടൈം ആ പാർട്ടിയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അവർ ഏത് ഡ്രസ്സ് ഇട്ട് പോവും, എങ്ങനെ മേക്കപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ്. അവർ മുഴുവൻ സമയവും ഇതുപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യുകയും പല ഡ്രസ്സ് ഇങ്ങനെ മാറി നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They mock Cinderella, yet she still helps them get ready. ഇനി ഇവരിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സിൻഡ്രലേനെ അവർ കളിയാക്കുന്നുണ്ട്. കാരണം സിൻഡ്രലയ്ക്ക് ആ പാർട്ടിക്ക് പോകാൻ പറ്റില്ല, അവൾക്ക് നല്ല ഡ്രസ്സ് പോലും ഇടാനില്ല. അപ്പോൾ ഇവളെന്നെ കളിയാക്കിക്കൊണ്ടാണ് ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഈ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ എന്നിട്ടും ഈ സിൻഡ്രല ഇവർക്ക് ഒരുങ്ങാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരെ മുടി കെട്ടി കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സിൻഡ്രല അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. On the day of the ball, the stepsisters leave, abandoning Cinderella in tears. അങ്ങനെ ആ പാർട്ടിയുടെ ദിവസം വരുന്നു. സിൻഡ്രലയുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ആ പാർട്ടിക്ക് പോകുന്നു. സിൻഡ്രല ആണെങ്കിൽ പോകാൻ കഴിയാതെ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. സീയിങ് ഹെർ സോറോ, സിൻഡ്രലാസ് ഫെയറി ഗോഡ് മദർ അപ്പിയേഴ്സ് ആൻഡ് ആസ്ക്സ് വൈ ഷീ ഈസ് ക്രൈയിങ്. അങ്ങനെ സിൻഡ്രല ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സിൻഡ്രലയുടെ ഫെയറി ഗോഡ് മദർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ മാലാകമാരുണ്ടായിരിക്കും നമ്മളെ നോക്കാൻ എന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ സിൻഡ്രലയെ നോക്കുന്ന മാലാക എന്നാണ് സിൻഡ്രലയുടെ ഫെയറി ഗോഡ് മദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ സിൻഡ്രലയുടെ മാലാക വന്നുകൊണ്ട് സിൻഡ്രലയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ കരയുന്നത്?
The godmother learns that Cinderella longs to attend the ball but cannot in her rags. അപ്പോൾ സിൻഡ്രല്ല പറയുന്നു എല്ലാവരും ഈ പാർട്ടിക്ക് പോയിരിക്കുകയാണ്, എനിക്കും പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലാത്ത കാരണം പോകാൻ പറ്റുന്നില്ല എന്നുള്ള അവളുടെ സങ്കടം സിൻഡ്രല്ല പറയുന്നു. She uses magic to transform a pumpkin, rats and lizards into a golden carriage, horses, a coachman and footman. അങ്ങനെ സിൻഡ്രല്ലയുടെ ഈ മാലാക അവിടെ മന്ത്രജാലം ഉപയോഗിച്ചുകൊണ്ട് സിൻഡ്രല്ലയെ സഹായിക്കുകയാണ്. ഒരു മത്തങ്ങയും അതുപോലെ തന്നെ എലികളെയും പല്ലികളെയും ഒക്കെ എടുത്തുകൊണ്ട് ഈ മന്ത്രജാലം ഉപയോഗിച്ചുകൊണ്ട് അവയുടെ രൂപം മാറ്റുകയാണ്. അങ്ങനെ അവൾക്ക് പോകാനുള്ള ഒരു കുതിരവണ്ടിയും അതുപോലെ കുതിരവണ്ടി ഓടിക്കുന്ന ആളും പരിചാരകരെയും ഒക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു. വിത്ത് വേവ് ഓഫ് ഹർ വാൻഡ് സിൻഡ്രല്ലാസ് റാഗ്സ് ടേൺ ഇൻ ടു എ ഡാസ്ലിംഗ് ഗൗൺ കംപ്ലീറ്റ് വിത്ത് ഗ്ലാസ് സ്ലിപ്പേഴ്സ്. ഇനി ഈ മാലാഖയുടെ മാന്ത്രിക വടി ഇങ്ങനെ വീശിക്കൊണ്ട് സിൻഡ്രല്ലയുടെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഗൗണാക്കി അതിനെ മാറ്റുന്നു. കംപ്ലീറ്റ് വിത്ത് ഗ്ലാസ് സ്ലിപ്പേഴ്സ്. ഇതുകൂടാതെ ഗ്ലാസ് കൊണ്ടുള്ള ചെരുപ്പുകളാണ് അവൾക്ക് കൊടുക്കുന്നത്. However, the fairy wants her to leave before midnight as the magic will disappear when the clock strikes 12. അപ്പോൾ ഈ ഒരു കുതിരവണ്ടിയും അതുപോലെ പരിചാരകരും ഈ നല്ല വസ്ത്രമൊക്കെ കൊടുത്തുകൊണ്ട് പറയുന്നു, നീ പാർട്ടിക്ക് പൊക്കോ, പക്ഷേ രാത്രി 12 മണിക്ക് മുമ്പ് നീ തിരിച്ചു വരണം, കാരണം 12 മണി ആയിക്കഴിഞ്ഞാൽ ഈ മന്ത്രജാലത്തിൻ്റെ ശക്തി പോകും, അപ്പോൾ പിന്നെ ഇതൊക്കെ വീണ്ടും മത്തങ്ങയും എലിയും പല്ലിയൊക്കെ ആയിട്ട് മാറും, അപ്പോൾ അതിനു മുമ്പ് തിരിച്ചു വരണം എന്നൊരു വാണിംഗ് കൊടുത്തിട്ട് സിൻഡ്രല്ലയെ ഈ പാർട്ടിക്ക് പറഞ്ഞയക്കുന്നു. When Cinderella arrives at the ball, her beauty captivates everyone, though no one recognizes her. അങ്ങനെ സിൻഡ്രല്ല ഇവളുടെ മാലാഖ കൊടുത്തിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള വസ്ത്രത്തിലും ആഭരണത്തിലും ഒക്കെ ആ പാർട്ടിക്ക് വരുന്നു. സിൻഡ്രല്ല വന്ന് കയറിയപ്പോൾ മുതൽ എല്ലാവരും സിൻഡ്രല്ലയെ മാത്രമാണ് നോക്കുന്നത്, ആരാണ് ഈ സുന്ദരിയായിട്ടുള്ള യുവതി എന്നുള്ള രീതിയിൽ. ഇത് സിൻഡ്രല്ലയാണെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. The prince is instantly enchanted and dances with her exclusively. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാ യുവതികളെയും ആ ഒരു പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും സിൻഡ്രല്ല വന്ന സമയത്ത് ആ രാജകുമാരൻ വേറെ ഒരാളെയും നോക്കുന്നില്ല. മുഴുവൻ സമയം സിൻഡ്രല്ലയുടെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടും അവളോട് സംസാരിച്ചുകൊണ്ടും ഇങ്ങനെ ഈ രാജകുമാരൻ നിൽക്കുകയാണ്. She even greets her stepsisters with a courtesy and they assume she must be a princess. ഇനി ആ പാർട്ടിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിൻഡ്രല്ല അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, അവളുടെ രണ്ടാം അമ്മയുടെ ഈ മക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളുടെ ബഹുമാനപൂർവ്വമൊക്കെയാണ് ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അവൾ പെരുമാറുന്നത്. പക്ഷേ അവർക്കും ഇത് സിൻഡ്രല്ലയാണെന്ന് മനസ്സിലാവുന്നില്ല. അവർ കരുതുന്നത് ഇത് ഏതോ രാജകുമാരിയാണ് എന്ന രീതിയിലാണ്. Following her fairy godmother's warning, she departs just before midnight and returns home as if nothing happened. അപ്പോൾ അവളുടെ മാലാഖ പറഞ്ഞതുപോലെ തന്നെ 12 മണിക്ക് മുമ്പ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ അവിടെ ഇരിക്കുകയാണ്. The next night, Cinderella's fairy godmother sends her to the ball once again, this time in an even more magnificent gown. അങ്ങനെ തിരിച്ചെത്തിയിട്ടുള്ള സിൻഡ്രല്ല അവളുടെ മാലാഖയോട് നന്ദിയൊക്കെ പറയുന്നു. അടുത്ത ദിവസവും അവൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസവും ആ പാർട്ടിയിലേക്ക് സിൻഡ്രല്ലയെ പറഞ്ഞയക്കുകയാണ്, ഇതുപോലെ മനോഹരമായിട്ടുള്ള ഗൗണും ആഭരണങ്ങളൊക്കെ ആയിട്ട്. ഷീ എൻജോയ്സ് ദി ഈവനിങ് ബട്ട് ലോസസ് ട്രാക്ക് ഓഫ് ടൈം. അവിടെ ചെല്ലുന്ന സമയത്ത് അവൾ ഇങ്ങനെ ആകെ എൻജോയ് ചെയ്യുകയാണ്. കാരണം എല്ലാവരും അവളെ തന്നെ നോക്കുന്നു, അവളെക്കുറിച്ച് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അതിലിങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് അവൾ സമയം കടന്നു പോകുന്നത് അറിയുന്നില്ല. As the clock strikes 12, she flees in haste. അങ്ങനെ ക്ലോക്കിൽ 12 മണി ആയതിൻ്റെ ബെല്ല് മുഴങ്ങുമ്പോഴാണ് അവൾ സമയം പോയത് അറിയുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. കാരണം 12 മണി കഴിഞ്ഞാൽ ആ മാജിക്ക് ഇല്ലാതാവും, അവളുടെ വസ്ത്രമൊക്കെ വീണ്ടും മുഷിഞ്ഞതുപോലെയാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതാരും കാണാതിരിക്കാൻ വേണ്ടി 12 മണിയാവുന്ന സമയത്ത് അവൾ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുന്നു. ഇവളിങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് രാജകുമാരനും അവളുടെ പുറകെ ഓടുകയാണ്. കാരണം പാർട്ടിയുടെ ഇടയിൽ ഇവൾ പെട്ടെന്ന് ഇങ്ങനെ എങ്ങോട്ടാണ് ഓടുന്നുള്ള രീതിയിൽ. ആക്സിഡൻ്റലി ഡ്രോപ്പിംഗ് വൺ ഓഫ് ഹർ ഗ്ലാസ് സ്ലിപ്പേഴ്സ്. അങ്ങനെ അവൾ വേഗത്തിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് അവളുടെ ഒരു ഗ്ലാസ് സ്ലിപ്പർ, അവളുടെ ചെരുപ്പുകളിൽ ഒരെണ്ണം അവിടെ വീണു പോവുകയാണ്. ദ പ്രിൻസ് ഫൈൻഡ്സ് സ്ലിപ്പർ ആൻഡ് വോസ് ടു ഫൈൻഡ് ഇറ്റ്സ് ഓണർ. അങ്ങനെ ഇവളുടെ പുറകെ ഓടിയ രാജകുമാരൻ ആ വീണ് കിടക്കുന്ന ചെരുപ്പ് കാണുന്നു, അത് അയാൾ എടുക്കുന്നു. അപ്പോൾ സിൻഡ്രല്ലയുടെ വീട് എവിടെയാണ്, എവിടുന്നാണ് അവൾ വരുന്നെന്നുള്ള കാര്യമൊന്നും ഈ രാജകുമാരൻ അറിയില്ല. അപ്പോൾ ഈ സ്ലിപ്പറിൻ്റെ ഓണറെ കണ്ടുപിടിക്കാം, അങ്ങനെ ഇവളെ കണ്ടുപിടിക്കാമെന്നാണ് ഈ രാജകുമാരൻ വിചാരിക്കുന്നത്. Determined to identify the mysterious princess, the prince searches the kingdom, having all the young women try on the slipper.
അങ്ങനെ ഈ രാജകുമാരി ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാജകുമാരനുള്ളത്. ഓടിപ്പോയ രാജകുമാരിയുടെ ഒരു ഗ്ലാസ് സ്ലിപ്പറാണ് അയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഗ്ലാസ് സ്ലിപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ചെരുപ്പല്ല, അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിച്ചിട്ടുള്ള ചെരുപ്പായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ആരുടെ കാലിലാണോ പാകമാവുന്നത് അവരായിരിക്കും ഈ രാജകുമാരി എന്നയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരികളെ കൊണ്ടും ആ ഒരു ചെരുപ്പ് ഇടിച്ചു നോക്കാനാണ് അയാൾ തീരുമാനിച്ചിട്ടുള്ളത്. The king's men first search among noble women and then extend the search to every young woman in the kingdom. ആദ്യം നോബിൾ വിമൻ അല്ലെങ്കിൽ വലിയ വലിയ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരികളെ കൊണ്ടാണ് ഈ ചെരുപ്പ് ഇടിച്ചു നോക്കുന്നത്. പക്ഷേ അവർക്കാർക്കും തന്നെ ഈ ചെരുപ്പ് കറക്റ്റായിട്ട് പാകമാവുന്നില്ല. അവസാനം ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരികളെ കൊണ്ടും ഈ ചെരുപ്പ് ഇടിച്ചു നോക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. Eventually, they come to Cinderella's house with the slipper. Cinderella's stepsisters attempt to squeeze into but fail. അങ്ങനെ അവസാനം സിൻഡ്രലയുടെ വീട്ടിലേക്കും ഈ സ്ലിപ്പറുമായിട്ട് രാജാവിൻ്റെ പരിചാരകരെത്തുന്നു. സിൻഡ്രലയുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, ഈ രണ്ടാം അമ്മയുടെ മക്കൾ എങ്ങനെയെങ്കിലും ആ ചെരുപ്പ് കാലിൽ പാകമാക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. When Cinderella tries, it fits perfectly. അങ്ങനെ സിൻഡ്രല ചോദിക്കുകയാണ് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന്. അപ്പോൾ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളെ കളിയാക്കുന്നുണ്ട്, പിന്നെ നീയാണോ അത് ഇട്ട് നോക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രാജാവിൻ്റെ പരിചാരകർ പറയുന്നു ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെ കൊണ്ടും ചെരുപ്പ് ഇടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡർ തന്നിട്ടുള്ളത്, അതുകൊണ്ട് സിൻഡ്രലയും ഇട്ടോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സിൻഡ്രല ആ ചെരുപ്പ് ഇട്ട് നോക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്നു. ആൻഡ് ഷീ ടേക്സ് ഔട്ട് ദ മാച്ചിങ് സ്ലിപ്പർ ഫ്രം ഹെർ പോക്കറ്റ്. അങ്ങനെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വീണുപോയ ചെരുപ്പിൻ്റെ മറ്റേ ജോഡി ചെരുപ്പ് അവളുടെ പോക്കറ്റിലുള്ളത് എടുത്തുകൊണ്ട് അതും അവൾ അണിയുന്നു. അറ്റ് ദാറ്റ് മൊമെന്റ് ഹെർ ഫെയറി ഗോഡ് മദർ റീസ്റ്റോഴ്സ് ഹെർ ഫൈൻ ക്ലോത്ത്സ് റിവീലിംഗ് ഹെർ ട്രൂ ഐഡന്റിറ്റി. ഈ സമയത്ത് അവളുടെ മാലാക അവളുടെ വസ്ത്രങ്ങൾ വീണ്ടും ആ രാജകുമാരിയുടേതിന് പോലെ ആക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു സിൻഡ്രലയായിരുന്നു ആ രാജകുമാരി എന്ന്. The prince marries Cinderella and she in her kindness forgives her stepsisters. അങ്ങനെ രാജകുമാരൻ സിൻഡ്രലയെ വിവാഹം കഴിക്കുന്നു. സിൻഡ്രല ആണെങ്കിൽ അവൾ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി എന്ന രീതിയിൽ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനോടും രണ്ടാം അമ്മയോടൊക്കെ ക്ഷമിക്കുകയാണ്. ആ ദേഷ്യമൊന്നും അവർ കാണിക്കുന്നില്ല. ഷീ ഈവൻ അറേഞ്ചസ് നോബിൾ ഹസ്ബൻഡ്സ് ഫോർ ദം അറ്റ് കോർട്ട്. ഇനി സിൻഡ്രല രാജകുമാരനെ വിവാഹം കഴിച്ചതിന് ശേഷം ആ കൊട്ടാരത്തിലുള്ള മറ്റ് 2 പ്രഭുകുമാരന്മാരെ കൊണ്ട് സിൻഡ്രലയുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെയും അവൾ വിവാഹം കഴിപ്പിക്കുന്നു. ഷീ ആൻഡ് ദ പ്രിൻസ് ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അങ്ങനെ സിൻഡ്രലയും അതുപോലെ അവളുടെ ഫാമിലിയിലുള്ള ആളുകളും രാജകുമാരൻ എല്ലാവരും തന്നെ പിന്നീട് വളരെ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത് സിൻഡ്രല എന്ന് പറയുന്നത് നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ ദ്രോഹിക്കുന്നവരോട് പോലും അവൾ ദേഷ്യം കാണിച്ചിട്ടില്ല. അങ്ങനെ നല്ല സ്വഭാവത്തിന് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാലാഖയുടെ അടുത്ത് നിന്നൊക്കെ ഒരു റിവാർഡ് കിട്ടും എന്നുള്ളൊരു സന്ദേശമൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് നമുക്ക് ജെയിംസ് ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രലയാണ് നോക്കാനുള്ളത്. സിൻഡ്രല, എ യങ് വുമൺ ലൂസസ് എ ബർത്ത് മദർ ഇൻ ചൈൽഡ്ഹുഡ്. നമ്മുടെ ട്രഡീഷണൽ സ്റ്റോറിയിലെ പോലെ തന്നെ സിൻഡ്രല ഒരു ചെറുപ്പക്കാരിയാണ്, അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വുമണിൻ്റെ സ്പെല്ലിംഗ് ആണ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള WOMAN എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാൻ എന്ന് കടന്നു വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വുമണിൻ്റെ സ്പെല്ലിങ്ങിൽ ഇങ്ങനെ ഒരു മാറ്റം അവിടെ വരുത്തിയിട്ടുള്ളത്. Her father marries a widow with 2 daughters. They treat her cruelly and turn her into unpaid laborer. അവളുടെ അച്ഛൻ രണ്ടാമത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. അവർ ഇവളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കുന്നു. ഒരു അൺപെയ്ഡ് ലേബറർ അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ ഇവളെ കണക്കാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സ്റ്റോറിയിൽ അതുപോലെ തന്നെയാണ് വരുന്നത്. One day, the prince of the kingdom organizes a ball to celebrate his exploitation of the peasantry. ഒരു ദിവസം ആ നാട്ടിലെ രാജകുമാരൻ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് പാർട്ടി സംഘടിപ്പിക്കുകയാണ്. ടു സെലിബ്രേറ്റ് ഹിസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പെസൻട്രി. ഈ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ നാട്ടുകാരെ ചൂഷണം ചെയ്ത പൈസ ചെലവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുന്നത്. രാജകുമാരൻ ഭയങ്കരമായിട്ടൊരു പാർട്ടി നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ നികുതി പിരിച്ചും ചൂഷണം ചെയ്തും ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഇങ്ങനെ ദൂർത്തടിക്കുകയാണ് രാജകുമാരൻ എന്നുള്ളൊരു ധ്വനി ഇവിടെ ഈ സ്റ്റോറിയിൽ കൊടുക്കുന്നു. സിൻഡ്രലാസ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ ഓൾസോ ഇൻവൈറ്റഡ് ടു ദ ബോൾ. സിൻഡ്രലയുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെയും ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്.
They prepare extravagant outfits to conform to unrealistic feminine beauty standards. അവർ ഇങ്ങനെ പല വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ടു കൺഫോം ടു അൺറിയലിസ്റ്റിക് ഫെമിനൈൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫെമിനൈൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, സമൂഹം സ്ത്രീക്ക് സങ്കല്പിച്ച് നൽകിയിട്ടുള്ള ഒരു ചിത്രം, അത് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വളരെ ഷെയ്പ്പൊക്കെ ആയിട്ട് ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള ആ ഒരു രൂപം ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. Their mother, just as eager to attend, forces Cinderella to work harder than a dog. ഇനി ഈ സ്റ്റോറിയിൽ സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും ഈ പാർട്ടിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പാർട്ടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. സിൻഡ്രല്ലയാണെങ്കിൽ അത് കാരണം കൊണ്ട് അവിടെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളതെന്ന് പറയുന്നു. ഓൺ ദ ഡേ ഓഫ് ദ ബോൾ, സിൻഡ്രല്ല ഹെൽപ്സ് ദം ഗെറ്റ് റെഡി. അങ്ങനെ പാർട്ടിയുടെ ദിവസം വന്നു. ഇവർ ഒരുങ്ങുന്ന സമയത്ത് സിൻഡ്രല്ല അവരെ സഹായിക്കുന്നുണ്ട്. ഡ്രസ്സിങ് ദം ഫീൽസ് ലൈക്ക് സ്റ്റഫിങ് എ 10-pound carcass into 5-pound skin. ഇനി ഇവരെ ഡ്രസ്സ് ചെയ്യിക്കുന്നത് ഒരു 10 പൗണ്ട് കാർക്കസ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ മാംസമാണ്. അതൊരു 5 പൗണ്ട് സ്കിന്നിലേക്ക് വയ്ക്കുന്ന പോലെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷേപ്പൊക്കെ ഇങ്ങനെ കാണിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ അത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇവരിനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുകയാണ് എന്ന രീതിയിൽ ഇവിടെ പറയുന്നു. They also rely on immense cosmetic augmentation. ഇതുകൂടാതെ കോസ്മെറ്റിക് ഒരുപാട് മേക്കപ്പും അവരിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. Once satisfied with their artificial transformations, they leave, abandoning Cinderella in sorrow. അങ്ങനെ അവരുടെ ഈ അണിഞ്ഞൊരുങ്ങലും മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ആ പാർട്ടിക്ക് പോകുന്നു. സിൻഡ്രല്ല നമ്മുടെ കഴിഞ്ഞ കഥയിലുള്ളതുപോലെ തന്നെ അവിടെ അവൾക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയാണ്. Suddenly, a figure in loose cotton clothing appears, introducing himself as her fairy god person, or as he prefers, her individual deity proxy. അങ്ങനെ സിൻഡ്രല്ല പാർട്ടിക്ക് പോകാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. വളരെ ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ആളാണ് വരുന്നത്. അയാൾ പറയുന്നത് അയാൾ സിൻഡ്രല്ലയുടെ ഫെയറി ഗോഡ് പേഴ്സൺ ആണെന്നാണ്. നേരത്തെ കഥയിൽ നമ്മൾ ഗോഡ് മദർ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഗോഡ് പേഴ്സൺ, ഒരു ജനറൽ ന്യൂട്രൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അയാൾ പറയുന്നത് ഇൻഡിവിജ്വൽ ഡയറ്റി പ്രോക്സി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കുമുള്ളൊരു മാലാക എന്ന പോലെ അവളുടെ ഇൻഡിവിജ്വൽ ഡയറ്റി പ്രോക്സിയാണ് ഇയാൾ എന്ന് പരിചയപ്പെടുത്തുന്നു. ഹി ആസ്ക്സ് ഇഫ് ഷീ ഈസ് ട്രൂലി സാഡ് അബൌട്ട് മിസ്സിംഗ് ദ ബോൾ. എന്നിട്ട് ചോദിക്കുന്നു, ശരിക്കും നിനക്ക് ഈ പാർട്ടിക്ക് പോകാത്തതിലുള്ള വിഷമമാണോ? Where she would be expected to conform to the male concept of beauty by squeezing into a tight-fitting dress, jamming her feet into uncomfortable high heels, and painting her face with chemicals. അപ്പോൾ അയാൾ ചോദിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ഈ പുരുഷന്മാരുടെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് മാറാൻ പറ്റാത്തുള്ള വിഷമമാണോ എന്നാണ്. അതായത് ഇവിടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം, അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ എല്ലൊക്കെ തകരാറിലാവുന്ന ഹൈ ഹീൽസ് നമുക്ക് ഇടണം, അതുപോലെ തന്നെ ഈ കെമിക്കൽസൊക്കെ മുഖത്ത് വാരി തേച്ചിട്ട് മേക്കപ്പ് ചെയ്യണം. ഇതാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് അയാൾ സിൻഡ്രല്ലയോട് ചോദിക്കുന്നു. സിൻഡ്രല്ല അഫേംസ് എക്സൈറ്റഡ്ലി. എന്നാൽ സിൻഡ്രല്ല ആണെങ്കിൽ അതെ അതെ എന്ന് മറുപടിയാണ് കൊടുക്കുന്നത്. The fairy god person sighs at her enthusiasm but decides not to lecture her on political consciousness at that moment. അപ്പോൾ അവളുടെ ഗോഡ് പേഴ്സൺ ഇത് കേൾക്കുമ്പോൾ ഒരു നിരാശ വരുന്നുണ്ട്, ആളൊരു നെടുവീർപ്പിടുന്നുണ്ട്. കാരണം ഈ പുരുഷന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹൈ ഹീൽസും ടൈറ്റ് ഡ്രസ്സൊക്കെ ഇടാനാണല്ലോ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ഒന്നും ആ സമയത്ത് അയാൾ അവൾക്ക് കൊടുക്കുന്നില്ല, മറിച്ച് അവളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. Instead, he chooses to help. With a wave of his wand, he transforms her rags into a glowing gown with silk stolen from silkworms. അങ്ങനെ ആ മാന്ത്രിക വടി ഉപയോഗിച്ചുകൊണ്ട് ഇവളുടെ രൂപം മാറ്റിയെടുക്കുകയാണ്. അവൾക്കൊരു സിൽക്ക് ഗൗണ് കൊടുക്കുകയാണ്. ആ സിൽക്ക് എന്ന് പറയുന്നത് പാവപ്പെട്ട പട്ടുനൂൽ പുഴുക്കളുടെ അടുത്തുനിന്ന് കട്ടെടുത്തിട്ടുള്ള പട്ടുകൊണ്ടാണ് എന്നിവിടെ ഒരു ആക്ഷേപഹാസ്യം പോലെ പറയുന്നു. അഡോൺസ് her with pearls plundered from oysters. ഇനി അവൾക്ക് ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ട്, പേൾസ് കൊടുക്കുന്നുണ്ട്. ഈ പേൾസ് ആണെങ്കിൽ ഈ കടലിലുള്ള ഓയിസ്റ്റേഴ്സിൽ നിന്ന് കട്ടെടുത്തിട്ടുള്ളതാണ് എന്ന് പറയുന്നു. ആൻഡ് ഗിവ്സ് ഹർ ക്രിസ്റ്റൽ സ്ലിപ്പേഴ്സ് ദറ്റ് ആർ ഇംപ്രാക്ടിക്കൽ ബട്ട് ഐക്കോണിക്. ഇതുകൂടാതെ ഗ്ലാസ് സ്ലിപ്പർ പോലെ അവൾക്ക് ക്രിസ്റ്റൽ സ്ലിപ്പർ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഗ്ലാസ് കൊണ്ടൊരു ചെരുപ്പൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത്, എന്നാലും അത് കാണാൻ രസമൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ചെരുപ്പ് അവൾക്ക് കൊടുക്കുന്നു.
എ കാരേജ് പുൾഡ് ബൈ എൻസ്ലേവ്ഡ് ഹോഴ്സസ് കംപ്ലീറ്റ് ദി എൻസെമ്പിൾ. ഇനി അവൾക്ക് ഒരു കുതിരവണ്ടിയും കൊടുക്കുന്നുണ്ട്. ആ കുതിരവണ്ടി ഓടിക്കുന്ന കുതിരകളെ അടിമകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ടൊരു പൊളിറ്റിക്കൽ കറക്റ്റായിട്ടുള്ളൊരു വേർഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പട്ട് സാരി അല്ലെങ്കിൽ പട്ട് ഗൗണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പട്ടുനൂൽ പുഴുക്കളെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഈ പേൾസ് എടുത്തിട്ടുള്ളത് ഓയിസ്റ്റേഴ്സിൽ നിന്നാണ്. അതുപോലെ കുതിര വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് കുതിരകളെ അടിമകളെ ആക്കുന്നത് പോലെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സിൻഡ്രല്ലയെ ഒരുക്കി കൊടുക്കുന്നു. When Cinderella arrives at the ball, the men immediately lust after her. ഇനി സിൻഡ്രല്ല ഇങ്ങനെ വളരെ സുന്ദരിയായിട്ട് ആ പാർട്ടിക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള പുരുഷന്മാരൊക്കെ കാമത്തോടു കൂടിയിട്ട് അവളെ നോക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ സ്റ്റോറിയിൽ എല്ലാവരും അവളുടെ സൗന്ദര്യം നോക്കി എന്നുള്ളതല്ല, ഇവിടെ വളരെ ഓപ്പൺ ആയിട്ടാണ് കാര്യം പറയുന്നത്. ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അവിടെ വരുന്ന സമയത്ത് കാമത്തോടു കൂടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ അവളെ നോക്കുന്നത്. Seeing her as an idealized version of femininity. The women, conditioned to despise their own bodies, are consumed with jealousy. ഇനി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണെങ്കിൽ അവരെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യമൊക്കെ മോശമാണ് എന്നിങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇതുപോലെയുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ വരുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും ഇവളോട് അസൂയയാണ് തോന്നുന്നത്. The prince, eager to possess her and pass on his genes, rushes toward her. ഇനി രാജകുമാരനാണെങ്കിൽ ഇവളെ തൻ്റെ സ്വന്തമാക്കണം, തൻ്റെ ഭാര്യയാക്കി കൊണ്ടു നടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതർ മെൻ, ഈക്വലി ഡ്രിവൺ ബൈ ഡിസയർ, ജോയിൻ ഇൻ, സ്പാർക്കിംഗ് എ വയലന്റ് ബ്രോൾ. ഇനി അവിടെയുള്ള മറ്റ് ആളുകൾ, പ്രഭുക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ രാജകുമാരനെ പോലെ തന്നെ ഇവളെ അവരുടെ ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരും ഇവളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഈ പുരുഷന്മാർ തമ്മിൽ അവിടെ ഒരു അടി ഉണ്ടാവുന്നൊരു സിറ്റുവേഷനാണ് നടക്കുന്നത്. Meanwhile, the women turned hostile and circled Cinderella as they blame her for the chaos. ഇനി അവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ ഈ സമയത്ത് സിൻഡ്രല്ലയ്ക്ക് നേരെ തിരിയുന്നു. കാരണം ഇവളിവിടെ വന്ന കാരണമാണ് ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിരുന്ന രീതിയിൽ അവർ സിൻഡ്രല്ലയെ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വളയാൻ തുടങ്ങുന്നു. ഷീ ട്രൈസ് ടു ഫ്ലീ ബട്ട് സ്ട്രഗിൾസ് വിത്ത് ഹെർ ഇംപ്രാക്ടിക്കൽ സ്ലിപ്പേഴ്സ്. സിൻഡ്രല്ല ആണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ ചെരുപ്പൊന്നും ഇട്ടിട്ട് അവൾക്ക് ഓടാനൊന്നും പറ്റുന്നില്ല. ഫോർച്ചുനേറ്റ്ലി ദ വിമൻ ചേസിങ് ഹർ ഡു നോട്ട് ഫെയർ എനി ബെറ്റർ ഇൻ ദ റെസ്ട്രിക്റ്റീവ് ക്ലോത്തിങ്. എന്നാൽ അവളുടെ ഭാഗ്യത്തിന് അവിടെ വന്നിട്ടുള്ള മറ്റു സ്ത്രീകളും ഇതുപോലെ ഹൈ ഹീൽസും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന കാരണം കൊണ്ട് അവർക്കും ഓടാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ സിൻഡ്രല്ല അവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടി നോക്കുകയാണ്. As the clock strikes midnight, Cinderella's magical clothes vanished, leaving her in her peasant rags. അപ്പോൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത് സിൻഡ്രല്ല അവിടെ ഉള്ള സമയത്ത് ഇതുപോലെ 12 മണിയാവുന്നു. ആ സമയത്ത് ആ മാജിക് ഇല്ലാതാവുമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ ആ വസ്ത്രങ്ങളൊക്കെ പോയിട്ട് ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവൾക്ക് വീണ്ടും അവിടെ വരികയാണ്. To her surprise, she feels relieved. No longer bound by corsets, jewels or expectations, she declares she would not mind dying in such comfort. അപ്പോൾ ഈ സമയത്ത് അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് ഭയങ്കര കംഫർട്ടാണ് തോന്നുന്നത്. ഈ ടൈറ്റായിട്ടുള്ള ഡ്രസ്സും ഹൈ ഹീൽസും ഇതൊക്കെ പോയ സമയത്ത് വളരെ ആശ്വാസം ഉള്ള ഒരു അവസ്ഥയാണ് സിൻഡ്രല്ലയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നു, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല, നിങ്ങൾ എന്നെ കൊന്നോളൂ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇപ്പോൾ എന്തൊരു ആശ്വാസമാണ് ഈ ഡ്രസ്സൊക്കെ പോയപ്പോൾ എന്ന് സിൻഡ്രല്ല പറയുന്നു. The women, instead of attacking her, experience a revelation. Inspired by her freedom, they strip off their own restrictive clothes and celebrate. ഈ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകൾ അവളെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇവളുടെ ഈ ഒരു കംഫർട്ട് കാണുന്ന സമയത്ത് അവരും അവരുടെ ഈ ഹൈ ഹീൽസും അതുപോലെ തന്നെ ഈ ടൈറ്റ് ആയിട്ടുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് അവരും വളരെ കംഫർട്ടായിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ദ മെൻ ഫൈറ്റ് അണ്ടിൽ ദേ ഓൾ ഡൈ. ഇനി അവിടെ സിൻഡ്രല്ലയെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന പുരുഷന്മാർ എല്ലാവരും തമ്മിൽ തല്ലി ചാവുന്നു. ലിവിങ് ദ കിങ്ഡം ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ വിമൻ. അവിടെ പിന്നെ സ്ത്രീകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. Seizing the moment, they dressed the fallen men in gowns and claimed the fight arose when someone threatened to expose their cross-dressing tendencies. ഇനി ഇവിടെ ഈ പുരുഷന്മാർ മരിച്ചു കിടക്കുകയാണ്. ഈ സമയത്ത് ആ സ്ത്രീകൾ ആദ്യം ചെയ്യുന്ന കാര്യം അവർ അവിടെ അഴിച്ചു കളഞ്ഞിട്ടുള്ള അവരുടെ ആ ഗൗൺസൊക്കെ എടുത്തുകൊണ്ട് ആ പുരുഷന്മാരെ ധരിപ്പിക്കുന്നു. എന്നിട്ട് മീഡിയയുടെ അടുത്ത് പറയുന്നത്,
ഇവർക്ക് പുരുഷന്മാർക്ക് ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന ഒരു ക്രോസ് ഡ്രസ്സിങ് ടെൻഡൻസി ഉണ്ട്. അത് പുറത്തു പറയുമെന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഈ അടിയൊക്കെ ഉണ്ടായത് എന്നുള്ള രീതിയിൽ ആ കുറ്റം മുഴുവൻ ആ പുരുഷന്മാരുടെ തലയ്ക്ക് തന്നെ അവർ വയ്ക്കുന്നു. They establish Cinderwear, a cooperative dedicated to producing comfortable and practical clothing. അതിനുശേഷം അവർ ഒരു തുണി കമ്പനിയാണ് തുടങ്ങുന്നത്. സിൻഡർവെയർ എന്ന പേരിൽ സ്ത്രീകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അവർ ഉണ്ടാക്കുന്നത്. Through self-determination and clever marketing, they all, including the stepmother and stepsisters, live happily ever after. അങ്ങനെ അവരെല്ലാവരും പരസ്പര സഹകരണത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ആ തുണി കമ്പനി നല്ല വിജയമാവുകയും അവർ പിന്നീട് സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒന്ന്, ഈ ഒരു പുരുഷ കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളും അതുപോലെ ഹൈ ഹീൽസും ഒക്കെ ധരിക്കുന്നതിനെ ഇവിടെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഇപ്പോൾ കുതിരവണ്ടിയിൽ കുതിരകൾ അടിമകളാണെന്ന് പറയുന്നതാണെങ്കിലും അതുപോലെ രാജകുമാരൻ ഈ പാർട്ടി നടത്തുന്നത് ആളുകളെ ചൂഷണം ചെയ്ത പൈസ കൊണ്ടാണ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിലും അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനെതിരെയും ഈ സ്റ്റോറിയിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ രണ്ട് സ്റ്റോറിയുടെയും ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നോക്കാനുള്ളത്. പെറോൾസ് വേർഷൻ ഗ്ലോറിഫൈസ് വിർച്യൂസ് ലൈക്ക് കൈൻഡ്നെസ് ആൻഡ് മേഴ്സി, പോർട്രേയിങ് സിൻഡർല ആസ് എ ജെന്റിൽ ആൻഡ് ഫോർഗിവിംഗ് ക്യാരക്ടർ. ഇനി പെറൗട്ടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വേർഷനിൽ നമ്മൾ കാണുന്നത് കൈൻഡ്നെസ്, മേഴ്സി, ഈ ദയ, അനുകമ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. സിൻഡർലയെ അങ്ങനെ നല്ല സ്വഭാവമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ആ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ നല്ല സ്വഭാവം കൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ നല്ല കാര്യം ഉണ്ടാവുന്ന രീതിയിലാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. However, Cinderella wins the prince's heart through her beauty rather than her character, which reinforces the objectification of femininity. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ കഥയിലൊരു പ്രോബ്ലം ഉള്ളത്, സിൻഡർല ഇത്ര നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയായിട്ടും രാജകുമാരന് അവളെ ഇഷ്ടപ്പെടുന്നത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അവളുടെ നല്ല സ്വഭാവം കണ്ടിട്ടല്ല രാജകുമാരൻ ആ കഥയിൽ അവളെ ഇഷ്ടപ്പെടുന്നത്, മറിച്ച് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അപ്പോൾ ഇത്ര നല്ല സ്വഭാവം ഉണ്ടായിട്ടും അവിടെ സൗന്ദര്യമാണ് ഈ ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഫലത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ഈ ഫെമിനിറ്റിയുടെ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. The story concludes with Cinderella and her stepsisters marrying and living happily ever after, reinforcing traditional gender roles and the idea that a woman's ultimate fulfillment comes through marriage. ഇനി ആ കഥയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് സിൻഡർല രാജകുമാരനെ വിവാഹം കഴിക്കുന്നു, അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവിടെയുള്ള പ്രഭുക്കന്മാരെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നത് വിവാഹം കഴിക്കുമ്പോഴാണ് എന്നുള്ള ഒരു മെസ്സേജ് അവിടെ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി സിൻഡർലയുടെ കേസിൽ അല്ലെങ്കിൽ ആ സഹോദരിമാരുടെ കേസിൽ നമുക്ക് ആലോചിക്കാം. സിൻഡർല അവിടെ രാജകുമാരി ആയ സമയത്ത് അവളുടെ സഹോദരിമാർക്ക് അവിടെ നല്ല ജോലി കൊടുക്കുകയോ ആ രീതിയിൽ അവളെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ സഹോദരിമാർക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുത്തുകൊണ്ടാണ് അവർക്ക് നല്ല ജീവിതം കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ജീവിതം ഉണ്ടാവുന്നത് വിവാഹത്തിലൂടെയാണ് എന്നുള്ള ആ ഒരു പരമ്പരാഗത കാഴ്ചപ്പാടും ആ സ്റ്റോറിയിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഗാർണേഴ്സ് വേർഷൻ ഓഫേഴ്സ് a critique of both the exploitative economic system and patriarchal beauty standards. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതുപോലെ ഗാർണറുടെ വേർഷനിൽ ഒരു എക്കണോമിക് സിസ്റ്റം, ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ പാട്രിയാർക്കൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, പുരുഷന്മാരുടെ കണ്ണിൽ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് സ്ത്രീകൾ ധരിക്കുന്നതിനെ ഒരു വിമർശനമായിട്ട് കാണുന്നതും ഈ സ്റ്റോറിയിൽ വരുന്നു. It ridicules the expectation that women must conform to restrictive beauty norms at the expense of their comfort and autonomy. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈ ഹീൽസ് അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാരുടെ ഈ ഒരു സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ചിട്ട് സ്ത്രീകൾ ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതിനെ ഇതിൽ വിമർശിക്കുന്നു. The prince's attraction to Cinderella is portrayed as lust rather than love, highlighting the superficiality of his desire. ഇനി രാജകുമാരന് സിൻഡർലയോട് തോന്നുന്നത് സ്നേഹമല്ല കാമമാണ് എന്ന രീതിയിലാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്നത്. കാരണം സിൻഡർലയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് അയാൾക്ക് ഒന്നും അറിയില്ല, അവളുടെ സ്വഭാവം എന്താണെന്ന് ഒന്നും അറിയില്ല, അവളുടെ സൗന്ദര്യം മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് സ്നേഹം എന്ന് വിളിക്കാൻ കഴിയില്ല, കാമം എന്ന് തന്നെ വിളിക്കണം എന്നാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്നത്.
Unlike Perrault's version, the female characters in Garner's retelling achieve happiness through economic independence rather than marital dependency. ഇതുകൂടാതെ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഈ സ്ത്രീകളെല്ലാവരും തന്നെ നല്ലൊരു ജീവിതം ഉണ്ടാക്കുന്നത് അവർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്, ഒരു തുണിക്കമ്പനി തുടങ്ങിക്കൊണ്ട് അവരുടെ ബിസിനസ്സിലൂടെയാണ് അവർ ഈ ഒരു നല്ല ജീവിതം ഉണ്ടാക്കുന്നത്. നമ്മൾ ട്രഡീഷണൽ വേർഷനിൽ കണ്ടത് ഇവരെല്ലാവരും തന്നെ വിവാഹം കഴിച്ച് നല്ല ജീവിതമായി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീയുടെ ഒരു എക്കണോമിക് സക്സസ് അല്ലെങ്കിൽ നല്ല ജീവിതം എന്ന് പറയുന്നത് അവളുടെ ഇൻഡിപെൻഡൻസിലാണ് വരുന്നത്, അല്ലാതെ ഈ ഒരു മാരേജിലൂടെയല്ല എന്നുള്ളൊരു മെസ്സേജും ഈ സ്റ്റോറിയിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്രയാണ് നമുക്ക് ഈ രണ്ട് സ്റ്റോറിയുടെ സമ്മറിയും അതുപോലെ തന്നെ ഇത് രണ്ടിൻ്റെയും ഒരു കമ്പാരിറ്റീവ് അനാലിസിസുമായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.